ഇതുപോലെ നമ്മൾ സിനിമകളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഓ മുന്നേ ഉള്ള എല്ലാ റിലേഷൻസിനെ കുറിച്ചും പറയാം. അത് നമ്മളിങ്ങനെ വളരെ കാൽപ്പനികമായിട്ട് ചോദിക്കും. നിനക്ക് അങ്ങനെയുള്ള വല്ല മുന്നേ റിലേഷൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഒരു 100 സിനിമകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ശരിക്കും നമ്മൾ മുന്നേ ഉണ്ടായ ഇവൻ നമ്മളുടെ ഇപ്പം കോളേജ് കാലത്തെ പ്രണയങ്ങളെല്ലാം അന്ന് നമ്മുടെ ഒന്നും കാലത്ത് ചിലപ്പോൾ സെക്ഷലി ഇൻവോൾവ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് സെക്ഷലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രണയങ്ങളാണ് കൂടുതൽ. നമ്മുടെ കാലത്ത് സെക്ഷലി ഇൻവോൾവ് ആയിരുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയണേ ഒരു 100% ചിലപ്പോൾ ഒരു 60% സെക്ഷലി ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. നമുക്ക് പേടി ഉണ്ടായിരുന്നു, നമുക്ക് ഇത്രയും ആക്സസ് ഇല്ല, ഇത്രയും അപ്രോച്ചബിലിറ്റി ഇല്ല, ഇതൊക്കെ കൊണ്ട്. പക്ഷെ ഇന്ന് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഐ ഫീൽ എവറി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇസ് സെക്ഷലി ഇൻവോൾവ്. അങ്ങനെയും കൂടെ ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിനെയൊക്കെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യകത മാരേജിനുണ്ടോ? ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. തുറന്നെല്ലാം കൂടി എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. വിച്ച് ഐ വിൽ ഓൾസോ ആഡ് എബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് ട്രോമാസ്, എബൌട്ട് ദ വേ യുവർ ഫാദർ ആൻഡ് മദർ ബിഹേവ് ഇൻ ദർ, അവർ ആസ് എ കപ്പിൾ, നമ്മുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് ഡൈനാമിക്സ്. എന്നെ കുഞ്ഞിലേ മുതലേ കേട്ടിട്ടില്ലാത്ത അമ്മയാണ്, എനിക്കൊരു വിലയും തരാത്ത ഒരു വീടാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഐ ബിലീവ് ഈ മാൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നമുക്ക് ബേസിക്കലി നമുക്ക് ഡോമിനേറ്റ് ചെയ്യണം. ഇഫ് ഐ എവർ വോണ്ട് ടു വിൻ ഓവർ യു, ഐ വിൽ ഓൾവേസ് യൂസ് യുവർ വൾനറബിലിറ്റീസ് അഗെയിൻസ്റ്റ് യു. തിരിച്ചും മെന്നും അങ്ങനെ പറയേണ്ടതില്ല. രണ്ടുപേരും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അതിർത്തി വെച്ച് പറയണം. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് വർക്കായില്ല. ഇറ്റ് കുഡ് ബി ബിക്കോസ് എനിക്ക് അത്രയും സെക്ഷലി എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നില്ല, ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് അത്ര ലോയൽ ആയിരുന്നില്ല, നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ നമുക്കത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറയാം. അല്ലാതെ ഈ കഥ മുഴുവനും മറ്റേ പൊടിപ്പും തൊങ്ങലും വെച്ച് സാഹിത്യമായിട്ട് എഴുന്നള്ളിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇനി ഞാനിത് പറഞ്ഞ ചൈൽഡ്ഹുഡിൻ്റെ കാര്യം കൂടിയാ. ചില ആൾക്കാരൊക്കെ സങ്കടം വന്നിട്ടുണ്ട് മാം. അതായത് നമുക്കിങ്ങനെ ഈ പ്രഗ്നൻസി ആകുമ്പോൾ ഇല്ലേ ഫറ, നമുക്കങ്ങനെ ഒരു കൊതിയാവും, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. വീട്ടിൽ പോയി അപ്പം നിന്റെ അമ്മ നിന്നെ ചൈൽഡ്ഹുഡിൽ ഒരിക്കലും നോക്കിയിട്ടില്ലെന്നാണല്ലോ പറഞ്ഞേ. ഇപ്പൊ നിന്നെ ഇപ്പൊ നിന്നെ നോക്കുന്ന എന്താ ഉറപ്പുള്ളേ? നീ എന്തിനാ ഈ നിറവേരം വെച്ചോണ്ട് അങ്ങോട്ട് പോണേ? അപ്പൊ അവരൊന്ന് കരയാണ്, മാം ഇത് വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ്. ഞങ്ങൾ സ്നേഹിച്ചപ്പം അമ്മയായിട്ടുണ്ടായ എന്റെ ഫൈറ്റ്സ് എല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അമ്മ കുറെ മാറിയിട്ടുണ്ട്, ഞാനും കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കത് മനസ്സിലാവുന്നില്ല, അയാൾ സമ്മതിക്കുന്നില്ല. ബട്ട് അവിടെ ഉണ്ടായ ഡാമേജ് നമുക്ക് ഇനി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പക്ഷെ ഒരു കാര്യവും നമുക്ക് എങ്ങനെയില്ലേ, ട്രസ്റ്റിന് ഈ 100 അല്ലെങ്കിൽ 0 ആ റൂള്. എന്നിടയ്ക്ക് 99, 98 അങ്ങനത്തെ റൂളില്ല. അപ്പോൾ ഒരു സാധനം പോയാൽ പോയി. പിന്നെ ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഐ സജസ്റ്റ് നിങ്ങൾ എല്ലാം കൂടി പറയണ്ട, ബട്ട് ദെൻ ഡെഫിനറ്റ്ലി പറയണം. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നോണ പറയേണ്ട കാര്യമില്ല, അടച്ചു വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പറയാം, സി ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് നീഡഡ്, ദാറ്റ് ഇസ് യുവർ പേഴ്സ്പെക്റ്റീവ്, അങ്ങനെയും പറയാലോ. നമ്മളിപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം നിർബന്ധമുണ്ടോ? വി ക്യാൻ പാസ് സം ക്വസ്റ്റ്യൻസ് ഓൾസോ, അങ്ങനെയും ചെയ്യാം. അതേപോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ പാർട്ട്ണർ, ഇറ്റ്സ് അബൌട്ട് ബോത്ത് പാർട്ട്നേഴ്സ്. അതായത് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതാണ് പാർട്ട്ണറെ, കീപ് കമ്പയറിങ്. അയാൾ എത്രയും വന്നില്ലല്ലോ, ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അതായത് പ്രീവിയസ് റിലേഷൻഷിപ്പിൽ കമ്പയർ ചെയ്യും. അവൻ കുറച്ചും കൂടി നല്ലതായിരുന്നു, കുറച്ചും കൂടി ഇങ്ങനെയായിരുന്നു. ബട്ട് ദെൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഹാപ്പി ആവുന്ന ആളുകളും ഉണ്ട്. എടാ നീ എന്നെ അങ്ങനെ അവൻ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്.